MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ ഒരു വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അരി അരക്കാതെ അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു വട്ടയപ്പമാണിത്. ഇതിനായി ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിക്കും ഇടിയപ്പത്തിനുമൊക്കെ എടുക്കുന്ന നേർത്ത അരിപ്പൊടിയാണ് ഇതിന് വേണ്ടത്. ഇനി 1/4 കപ്പ് തേങ്ങ ചിരവിയത് വേണം. തേങ്ങയുടെ കറുത്ത ഭാഗമൊന്നും പെടാതെ വെളുത്ത ഭാഗം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി വേണ്ടത് ചോറാണ്. 1/4 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. പച്ചരിയുടെ ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വെള്ള അരിയുടെ ചോറ് എടുക്കണം, എന്നാലേ അപ്പം നല്ല വൈറ്റ് കളറിൽ കിട്ടൂ. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഞാൻ ഉണ്ടാക്കുന്നത് സ്നാക്കായി കഴിക്കാൻ പറ്റുന്ന മധുരമുള്ള വട്ടയപ്പമാണ്. കറിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ പഞ്ചസാര ഇത്രയും ചേർക്കേണ്ട, 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ടാൽ മതിയാകും. ഇനി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി വേണം. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണിത്. ഇനി 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല പുതിയ ഈസ്റ്റ് തന്നെ എടുക്കണം, എന്നാലേ മാവ് നന്നായി പൊങ്ങി വരൂ. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും വേണം. ഇനി ഈ ബൗളിലേക്ക് അരിപ്പൊടി ഇട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം 1/2 കപ്പ് വെള്ളമൊഴിക്കാം. കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. കുറേശ്ശെ വെള്ളം ചേർക്കണം, വെള്ളം കൂടിപ്പോകരുത്. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൽ മാറ്റം വരും, അപ്പോൾ ശ്രദ്ധിച്ചൊഴിക്കണം. ഇതിപ്പോൾ കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന ചോറും പഞ്ചസാരയും ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊഴിക്കുമ്പോൾ കൂടിപ്പോകാതെ അരയാൻ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചാൽ മതി. ഒട്ടും തരിയില്ലാതെ നന്നായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കാം. ഈസ്റ്റും ഏലക്കാപ്പൊടിയും ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. വലിയൊരു ബൗളിലേക്ക് വേണം ഇത് മാറ്റാൻ, മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇത് അടച്ചു വെക്കാം. 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെയൊക്കെ എടുക്കും മാവ് പൊങ്ങിക്കിട്ടാൻ. ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് 2.5 മണിക്കൂർ ആയപ്പോൾ തന്നെ മാവ് നന്നായി പൊങ്ങി കിട്ടി. ഇനി ഇത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു കേക്ക് ടിന്നിലാണ് അപ്പം ഉണ്ടാക്കുന്നത്. സ്റ്റീൽ പ്ലേറ്റ് എടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഈ ഇഡലി പാത്രത്തിലാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇതിലെ വെള്ളം നന്നായി തിളച്ച് ആവി വന്നിട്ടുണ്ട്. ഈ തട്ടിന് മുകളിലായി നമുക്ക് ഈ പാത്രം വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റൊക്കെ മതിയാകും ഇത് വെന്ത് കിട്ടാൻ. നമ്മൾ ഒഴിക്കുന്ന മാവിൻ്റെ തിക്നെസ്സിനനുസരിച്ച് വേവുന്ന സമയത്തിന് വ്യത്യാസം വരും. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. അപ്പം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് ഒരപ്പം കൂടി ഉണ്ടാക്കാം. ഇതിലേക്ക് നമുക്ക് ഗാർണിഷിന് വേണമെങ്കിൽ കിസ്മിസോ കാഷ്യൂനട്ട്സോ ഒക്കെ വെച്ചു കൊടുക്കാം. വെക്കുന്നുണ്ടെങ്കിൽ മാവ് 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം വെച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ താഴ്ന്നു പോകും. നമ്മുടെ അപ്പം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്.
അപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ അപ്പത്തിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒരു ക്രാൻബെറി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വട്ടയപ്പമാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.